പിന്നല്ലേ നല്ല ബീഫ് കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. നല്ല മുഴുമുഴുത്ത ബീഫാണ്, നെയ്യുള്ള കഷ്ണം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ബീഫ് എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണ് കേട്ടോ, ഈ ബീഫ് കറിയാണ് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാം കൂടിയിട്ട് അങ്ങോട്ട് അടിച്ചാൽ മതി. ഞാനിപ്പോൾ കാണിച്ച ഐറ്റംസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിടുക. പിന്നെ ഒരു വലിയ തക്കാളി, മഞ്ഞൾപ്പൊടി, ഒരു 3-4 സ്പൂൺ മുളക് പൊടി, ഒരു 2-3 സ്പൂൺ മല്ലിപ്പൊടി, അര സ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണയും. ഇതെല്ലാം കൂടി അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കുഴച്ച് നല്ല പോലെ കുഴച്ചെടുക്കണം കേട്ടോ. പിന്നെ ഒരു കുറച്ച് ഉലുവ ഇട്ടോ കേട്ടോ. ഒരു ബീഫ് വേവാൻ വേണ്ടിയിട്ട് ഉലുവ നല്ലതാണെന്നൊക്കെ എല്ലാവരും പറയലുണ്ട്, അതുകൊണ്ടാണേ. പിന്നെ അത്യാവശ്യത്തിന് കറിവേപ്പിലയും, അതിൻ്റെ പുറത്തേക്ക് അതിൻ്റെ കൂടെ ആവശ്യത്തിന് വെള്ളം, അതായത് ബീഫ് വേവാനുള്ള വെള്ളം മാത്രം മതി കേട്ടോ. എന്നിട്ട് ഒരു 5-6 വിസിൽ അങ്ങോട്ട് അടിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നെയ്യ് അങ്ങനെ മുകളിലങ്ങനെ തങ്ങി നിൽക്കും. അതിലേക്ക് ഒരു വലിയൊരു തേങ്ങയുടെ പകുതി അരഭാഗം നന്നായിട്ട് ചിരകിയിട്ട് ഒന്ന് വറുത്തെടുത്ത് ഒന്ന് കൈ കൊണ്ടൊരു പിടുത്തം പിടിച്ചിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ടിടണേ, അല്ലാണ്ട് പേസ്റ്റ് ആക്കരുത്. ഇങ്ങനെ ഇട്ടാൽ നമ്മളുടെ അടിപൊളി ബീഫ് പള്ളിക്കറി റെഡിയാട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ഗീ റൈസിൻ്റെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ സൂപ്പർ സാധനം കേട്ടോ. അപ്പോൾ പിന്നെ കാണാം.